ഹലോ ഗായ്സ്, ഞാനിപ്പോൾ വാഗമണിലാണുള്ളത്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് സോളോ ട്രിപ്പ്. സോളോ വരുമ്പോൾ എല്ലാവരും എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല. എനിക്ക് കിടന്നുറങ്ങാനാണ് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ട്രെക്കിങ് പോയിട്ടുണ്ടായിരുന്നു. സൺറൈസ് കാണാൻ സണ്ണ് വന്നില്ല. ഞാനിപ്പോൾ ഉള്ളത് ഹോസ്റ്റലിൻ്റെ താഴെയുള്ളൊരു റോഡാണ്. ഇവിടെ എന്തോ ഒരു ഇൻഫിനിറ്റി പൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട് പോലും. അത് കാണാൻ ഞാൻ പോകുന്നുണ്ട്. ഇതാണിപ്പോൾ ഇവിടെയുള്ള വ്യൂ. ഫോഗുണ്ട്. എനിക്ക് വഴി അറിയില്ല. ഇങ്ങനെ നോക്കി 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 പോകുന്നുണ്ട്. എനിക്ക് എൻ്റെ ബാക്കിലുള്ള വ്യൂ കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ആരുമില്ല. അതാണ് ഞാൻ നിൽക്കുന്ന സ്ഥലം. അങ്ങനെ നമ്മൾ ഇൻഫിനിറ്റി പൂളിലെത്തി. ഇതാണ് അവർ പറഞ്ഞ ഇൻഫിനിറ്റി പൂളെന്ന് തോന്നുന്നു. നിങ്ങൾ ആ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് തിരിച്ച് കയറുന്നുണ്ട്. അവിടെ ഇപ്പോൾ കുറച്ച് തമിഴ് പിള്ളേർ വന്ന് തോർത്തൊക്കെ എടുത്തിട്ടാണ് വന്നത്. അവർക്ക് കുളിക്കണമായിരിക്കും. അപ്പം ഇനി ഞാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചു ഞാൻ അങ്ങ് വന്നു. ഹായ് ഗായ്സ്, ഞാനിപ്പോൾ ചെക്കൗട്ട് ചെയ്തിട്ട് അവിടെ വന്നേ. അതായത് വാഗമൺ ലേക്കിലുണ്ട്. ഇവിടെ ബോട്ടിങ് അവൈലബിൾ ആണ്. പിന്നെ ബ്രിഡ്ജ് അവൈലബിൾ ആണ്. ലേക്ക് ബ്രിഡ്ജിന് 50 രൂപ, ബോട്ടിങ്ങിന് 200. ഇതാണ് ഞാൻ പറഞ്ഞ ലേക്ക്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. ഇതാണ് ബ്രിഡ്ജ്. ഇവിടെ പോകാനാണ് 50 കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ബ്രിഡ്ജിലേക്ക് പോകുന്നില്ല, ബോട്ട് പോകുന്നില്ല. ബോട്ട് എക്സ്പെൻസീവാണ്. ഇവിടെ ഒരു പട്ടി. ഇതാണ് ലേക്ക്. ഞാൻ ബ്രിഡ്ജിലെത്തി. ഇപ്പോൾ പോകുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അവിടുന്ന് അഡ്വഞ്ചർ പാർക്കിലേക്ക് പോകും. ഞാൻ വാഗമൺ ടൗണിൽ നിന്ന് ബസ് കയറി പൈൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങി. പക്ഷേ ഞാൻ പോകാൻ വിചാരിച്ചത് അഡ്വഞ്ചർ പാർക്കായിരുന്നു. പക്ഷേ ഇതാണ് ഇവിടെ അടുത്തുള്ള ബസ് സ്റ്റോപ്പ് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങി. ഇപ്പോൾ പൈൻ ഫോറസ്റ്റ് കണ്ടിട്ട് അഡ്വഞ്ചർ പാർക്കിലും പോകും നടന്നിട്ട്. ഞാനിപ്പോൾ പൈൻ ഫോറസ്റ്റ് നോക്കി ഇവിടെ നോക്കാവുന്നില്ല. ഇപ്പോൾ ഇവിടുന്ന് നടക്കണം. കുറച്ച് നടന്നിട്ട് അഡ്വഞ്ചർ പാർക്കിലോട്ട് പോകാനാണ് എൻ്റെ പ്ലാൻ. ഹലോ ഗായ്സ്, ഞാനിപ്പോൾ പൈൻ ഫോറസ്റ്റിന് തിരിച്ച് പോവാണ്. ഹലോ, അപ്പോൾ ഞാൻ കഴിച്ചിട്ട് പൈൻ ഫോറസ്റ്റിന് ആദ്യം വന്നു. എനിക്കവിടെ പുറത്തിറങ്ങുമ്പോൾ ഒരു സ്ട്രീറ്റിൽ ഹോട്ടലുണ്ടായിരുന്നു. അവിടെ നിന്നൊരു മീൽസ് കഴിച്ചു. പിന്നെ പൈൻ ഫോറസ്റ്റ് പോകുന്ന വഴിക്ക് ഒരു മാർക്കറ്റ് പോലെ, ചെറിയ സ്ട്രീറ്റിൽ മാർക്കറ്റ് പോലെ ഉണ്ട്. അവിടെ സ്പൈസസ് ഉണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്,
ചായപ്പൊടി ഉണ്ട്, പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട് വാങ്ങുവാണെങ്കിൽ. അപ്പോൾ ഞാൻ ഒരു ബ്രേസ്ലെറ്റ് പോലത്തെ ഒരു സാധനം വാങ്ങിച്ചു. ഇതിപ്പോൾ നടക്കുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് അഡ്വഞ്ചർ പാർക്ക് പോവാണ്. ഇവിടുന്ന് നടക്കുവാണെങ്കിൽ ഒരു 1.1 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ വെറുതെ വണ്ടി എടുക്കണം വിചാരിച്ച് ഞാൻ നടക്കാൻ തുടങ്ങി. ഇതാണ് പച്ചപ്പ്. പച്ചപ്പ് കണ്ടിട്ടുണ്ടോ? പച്ചപ്പ് ടുണ്ട് ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലൊരു കൊച്ചു വീട്. ഞാൻ എവിടെയാ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പോകുന്ന അഡ്വഞ്ചർ പാർക്ക്. അഡ്വഞ്ചർ ആയി ഞാൻ ഇന്ന് എന്തൊക്കെയോ ചെയ്യും. അയ്യോ അതല്ല, അഡ്വഞ്ചർ പാർക്ക് പോയിട്ട് ഞാൻ പാരാഗ്ലൈഡിങ് ചെയ്യാനാണ് പ്ലാൻ. ജീവനോടുണ്ടെങ്കിൽ വീണ്ടും കാണാം. ബൈ. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഇപ്പോൾ ഇതിനെന്തെങ്കിലും പേരുണ്ടോ? മണമൊന്നുമില്ല ഇനി. ഗൈസ്, നമ്മളെത്താൻ പോവുകയാണ് അഡ്വഞ്ചർ പാർക്ക്. ഞാൻ ഇവിടെ ടിക്കറ്റ് എടുത്തു. അഡൽട്ട് പാസിനാണെങ്കിൽ 25 രൂപ, പിന്നെ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ദാറ്റ് ഈസ് അബവ് 60 ഏജ് ആണെങ്കിൽ 15 റുപ്പീസ്. ഞാൻ രക്ഷപ്പെട്ടു. ഇവിടെ മഞ്ഞ് കാരണം പാരഗ്ലൈഡിംഗ് ഇല്ല, പൈസ ലാഭിച്ചു. എന്നാലൊരു സങ്കടമുണ്ട്. ഇവിടെ കണ്ടു എന്നെപ്പോലെ ഒരു പ്രിൻസസ്. ഇതാണ് ഫ്ലവർ ഗാർഡനിൻ്റെ എൻട്രൻസ്. ഞാൻ പറഞ്ഞ ഇൻഫോർമേഷൻ തെറ്റാണ്. ഇവിടെ ആദ്യം കയറാനുള്ള പാസ് മാത്രമാണ് 25, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വരെ പാസ് എടുക്കണം. ഫ്ലവർ ഗാർഡനിൽ ടൈം ബേസിസ് ചാർജ് മാറും. ഈവനിംഗ് ഒക്കെ വരുവാണെങ്കിൽ 100, ബിഫോർ 4 ആണെങ്കിൽ 60, അങ്ങനെ. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിലൊരു പാട്ട് വരുന്നുണ്ട്. ഇതേതാ പൂ? ഇതെനിക്കറിയില്ല, ബട്ട് രസമുണ്ട്. കുറേ പൂക്കളുണ്ട്, എനിക്കറിയാത്ത പൂക്കളൊക്കെ ഉണ്ട്. കണ്ടോ കറടി. വീലവും വാഗമോൻ. എനിക്കവിടെ ഒരു കയറാൻ മടിയാ. ഗായ്സ്, എനിക്ക് വീഡിയോ എടുത്ത് മടുത്തു. മൊത്തം വ്യൂ ഒന്നുമില്ല, മഞ്ഞാണ് കാണുന്നുണ്ടോ അല്ലേ. പിന്നെ ഇവിടെ കുറേ ആൾക്കാരുണ്ട്, പൂക്കളുണ്ട്, എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോണിൻ്റെ ക്യാമറയിൽ ക്ലാരിറ്റി കുറവാണ്, പിന്നെ എടുക്കാൻ ആളുമില്ല. അപ്പം ഞാൻ വീഡിയോ എടുത്ത് ജസ്റ്റ് ചെയ്യാം.